ഒരുപാട് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റ് വന്നത്. രാത്രി കിടക്കുമ്പോൾ ചപ്പാത്തി ആക്കാമെന്നുള്ള പരിപാടിയിലൊക്കെയാണ് കിടന്നത്. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരുപാട് ലേറ്റായിപ്പോയി. എനിക്ക് മിക്കപ്പോഴും രാവിലെ ആവാറാകുമ്പോൾ കേട്ടോ ഉറക്കം കിട്ടുക. അപ്പോൾ അത് കാരണം ചിലപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോവും. ഇന്നിപ്പോൾ എൻ്റെ ശബ്ദം ഒന്നും ശരിയില്ല കേട്ടോ, കാരണം കുറച്ച് ടയേർഡ്നെസ്സും കൂടി ഉണ്ട്. എന്ത് പറ്റിയെന്നറിയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ആ ഒരു ക്ഷീണമൊക്കെ കൊണ്ട് ഞാൻ വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കിയാൽ ശരിയാവില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി ആവട്ടെ. എന്താണ്ടോ ചപ്പാത്തിക്ക് ഞാൻ രാത്രിയിൽ കടലയൊക്കെ വെള്ളത്തിലിട്ടിട്ടാണ് കേട്ടോ കിടന്നത്, കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇനിയിപ്പോൾ രാവിലെ അതൊന്നും നടക്കില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് സംഭവം. പൊഹ, ഇവിടെ പൊഹ എന്ന് പറയും. അവലിനെയാണ് കേട്ടോ പൊഹ എന്ന് പറയുന്നത്. അവലിനെയും പൊഹ എന്ന് തന്നെയാണ് പറയുക. അവലിനെ കൊണ്ടുള്ള ഞാൻ ഈ ഉണ്ടാക്കുന്ന ഈ റെസിപ്പിയും പൊഹ എന്ന് തന്നെയാണ് കേട്ടോ ഹോട്ടലിൽ പോയാൽ പറയുക. വേറെ ഒന്നുമല്ല, ഇത് നന്നായിട്ടൊന്ന് പൈപ്പിൻ ചോട്ടിൽ ഞാൻ കാണിച്ചിട്ട് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചിലർ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ വാരി പിഴിഞ്ഞെടുക്കും. അപ്പോൾ പിന്നെ ഉപ്പ് വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഉപ്പ് ഇടാൻ അളവ് അറിയാത്തവർ ഉപ്പ് വെള്ളത്തിലിട്ടിട്ടാണ് ഇതിങ്ങനെ കഴുകി പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഞാൻ അങ്ങനെയല്ല, പൈപ്പിൻ ചോട്ടിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചെടുക്കും, നന്നായി കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ റെഡിയാക്കുമ്പോഴേക്കും നന്നായിട്ട് അത് കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ ഇതിനൊപ്പം കടല എടുത്തിട്ടുണ്ട്, നിലക്കടല, പച്ചമുളക്, കറിവേപ്പില, ഒരു ചെറിയ ചെറുനാരങ്ങയാണ് കേട്ടോ. പിന്നെ സവാള ചേർക്കണം. സവാള ചിലർ ഈ നല്ല വില കൂടിയ സമയത്തൊക്കെ ആണെങ്കിൽ അവർ വഴറ്റി ചേർക്കുന്നതിന് പകരം മേലെ ഒരു ഇത്തിരി നമുക്ക് സെർവ് ചെയ്ത് തരുമ്പോൾ ഇട്ട് തരും കേട്ടോ. അപ്പം അതിനേക്കാളും ടേസ്റ്റ് സവാള ഇങ്ങനെ വഴറ്റി ചേർക്കുന്നത് തന്നെയാണ്. അപ്പം ഞാനൊരു സവാളയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിലക്കടല ഇതേ കുറച്ച് നാളായി കൊണ്ടുവച്ചിട്ട്, അപ്പോൾ അതൊന്ന് കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. ജീരകം പൊട്ടിച്ചു കേട്ടോ, എണ്ണ ചൂടാക്കിയിട്ട്. കടുക് ചേർക്കാറില്ല, ജീരകമാണ്. എന്നിട്ട് ഇതേ പച്ചമുളകും കറിവേപ്പിലും ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ചുവന്ന മുളക് ആവശ്യമുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ച് നിലക്കടല ഇട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അതിങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കുക, അപ്പോഴാണ് ഇത് പാകമായി എന്ന് മനസ്സിലാവില്ല. എന്നാലേ നമുക്ക് കടിക്കുന്ന സമയത്ത് ക്രഞ്ചി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ സവാള ചേർത്തു, അതിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി കേട്ടോ. പക്ഷേ ഞാൻ നന്നായി വഴറ്റിയെടുക്കാറുണ്ട്, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. പിന്നെ ഈ ഉപ്മാവ് നല്ലൊരു മഞ്ഞ കളറാണ് കേട്ടോ, ഉപ്മാവ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ആ ഒരു ചെറിയ നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ അവലുണ്ടല്ലോ, കുതിരാൻ വെച്ച അവൽ ചേർത്ത് കൊടുത്തു. അവലിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ, ഇതിൻ്റെ പരിപാടി സംഭവം കഴിഞ്ഞു. അപ്പോൾ ഇതേ നമ്മുടെ പൊഹ എന്ന് പറയണത്, നമ്മുടെ നാട്ടിലാണെങ്കിൽ അവലുപ്മാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം പൊഹ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് ടേസ്റ്റിന് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷമാണ് നമ്മൾ ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി പൊഹ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. നമ്മൾ ഹോട്ടലുകളിൽ നിന്നാണെങ്കിൽ ഇതിൽ സെർവ് ചെയ്യുമ്പോൾ മേലെ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് തരും. എനിക്ക് പച്ച ഉള്ളി കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ സെർവ് ചെയ്യുന്നില്ല. ഞാനിങ്ങനെ തന്നെയാണ്. ഈ നിലക്കടലയും കൂടെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിലക്കടല നല്ല കറുമുറാന്നിരിക്കുന്ന നിലക്കടലയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള പൊഹ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം കേട്ടോ.